ഭാരതിയമ്മ അങ്ങനെ ഹിറ മസ്ജിദിൽ നിന്നും പടിയിറങ്ങുകയാണ്. കഴിഞ്ഞ 21 വർഷമായി ഭാരതിയമ്മ ഹിറ മസ്ജിദിന്റെ എല്ലാമായിരുന്നു. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ കൊണ്ടാണ് ഭാരതിയമ്മ ഹിറ മസ്ജിദിൽ നിന്നും പടിയിറങ്ങുന്നത്. മസ്ജിദ് ഭാരവാഹികൾക്കും മസ്ജിദിൽ എത്തുന്നവർക്കും ഭാരതിയമ്മ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജുമാ നമസ്കാരത്തിന് ശേഷം ഹിറ മസ്ജിദ് ഭാരവാഹികൾ ഭാരതിയമ്മക്ക് ഒരു യാത്രയപ്പ് നൽകി. ഇവിടെ നടക്കുന്ന ഈ പള്ളിയിൽ നടക്കുന്ന ഏതൊരു ഫംഗ്ഷനിലും ചേച്ചി ആദ്യ അവസാനം പോലെ ഉണ്ടാകുമായിരുന്നു. അതേപോലെ ഇനിയും ഇവിടുന്ന് പിരിഞ്ഞു പോയാലും എല്ലാ പരിപാടികൾക്കും ഇവിടെ ഉണ്ടാകണമെന്നും ഈ പള്ളിയിൽ നിന്ന് എന്തെല്ലാം സഹായങ്ങൾ ചേച്ചിക്ക് കിട്ടിക്കൊണ്ടിരുന്നോ അതെല്ലാം ചേച്ചിയുടെ കാലം വരെ ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ എത്തിക്കുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതൊരു ചേർത്തുപിടിക്കലിന്റെ വർത്തമാനമാണ്. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഒരു ചേർത്തുപിടിക്കൽ. മൊമെന്റോ നൽകിയും മധുരം നൽകിയും ഭാരതിയമ്മയുടെ യാത്രയപ്പ് ഹിറ മസ്ജിദ് ഭാരവാഹികൾ ഹൃദ്യമാക്കി തീർത്തു. ആ ഭാരതിയമ്മയുടെ മുഖം കണ്ട് ഒരു കുശലം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു വലിയ അനുഭവമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ശേഷിച്ചും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഇതൊരു വലിയ മഹിതമായ മാതൃകയായിട്ട് മാറേണ്ടതുണ്ട് എന്നാണ് ഫീലിംഗ്. ഹിറ മസ്ജിദ് ഖത്തീബ് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ഇതൊരു മാതൃക തന്നെയാണ്. വെറുപ്പിന്റെ ശക്തികൾ അരങ്ങുവാഴുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ചേർത്തുപിടിക്കലുകൾ ഒരു മാതൃക തന്നെയാണ്. എല്ലാവരോടും സന്തോഷം, നന്ദി, നമസ്കാരം.